നമ്മളിത് അനിയത്തിന്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ അനിയത്തിന്റെ വീട്ടിലാണ്. ഇന്ന് കാവശ്ശേരി പൂരമാണ്. അപ്പൊ പൂരത്തിന് വന്നതാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടത്തെ ഈ വീട്ടിലെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. ഈ വീട്ടിൽ നടക്കുന്ന കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ പൂരത്തിന് പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളും നമുക്ക് കാണാം. ഹായ്, ഇതാണ് കേട്ടോ എൻ്റെ അച്ഛനാണ് കേട്ടോ. കാണാത്തേക്ക് ഇതാണ് എൻ്റെ അച്ഛൻ. ഹായ് പറയാ. ഇത് ചെയറിലിരിക്കുന്നത് അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. അനിയത്തിൻ്റെ മോൾ ഇതാ ചേച്ചി ഒരുക്കിത്താന്ന് പറഞ്ഞപ്പോൾ ഒരുക്കി കൊടുക്കുകയാണ്. ഇത് അവർ 3 പേരും ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. അവർ ഉച്ച വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് ഏട്ടൻ കുട്ടികളെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ആള് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ നോക്കിയിട്ട് ഹായ് ഗൈസ്, ഞാനിതാ വേലയ്ക്ക് പോകുകയാണ്, വെടിക്കെട്ട് കാണാൻ പോയി വന്നിട്ട് കാണാം, ഓക്കെ ബൈ ബൈ സി യു പറഞ്ഞതാണ് കേട്ടോ. ഫോൺ നോക്കിയിട്ട് ഇതാ അവരങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഏട്ടൻ മാത്രമല്ല, അവർ രണ്ടുപേരല്ല, പിന്നെ കൂടെ അവരുടെ മാമനും ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു മേമൻ്റെ മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ 4 പേരും കൂടിയിട്ടാണ് വെടിക്കെട്ട് കാണാൻ വേണ്ടി പോണത്. ഞങ്ങൾ പോകുന്നില്ല കേട്ടോ, ഞങ്ങൾ രാത്രി വേലയ്ക്കാണ് പോണത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെ അല്ലേ, കുട്ടികളെയും കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ മാത്രമേ പോയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ, പൂരമായിട്ടുള്ള ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറി ഉണ്ട്. പിന്നെ ഇതാ നല്ല നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സാധാ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സാലഡ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഇന്നേരൊക്കെ പോയ ശേഷം എന്താ ഉച്ചയായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അവരെങ്ങനെ കഴിച്ച് ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഏട്ടനേര് കഴിച്ചിട്ടില്ല, അവർ വെടിക്കെട്ടൊക്കെ കണ്ടു വന്നിട്ടേ കഴിക്കുള്ളൂ. പിന്നെ അനിയത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല മാങ്ങയുണ്ട് കേട്ടോ, നല്ല മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ കുട്ടികളത് കണ്ടപ്പോൾ ജ്യൂസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തി ഇതാ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ പറിച്ച് തരികയാണ്. അപ്പോൾ ഇതാ ഞാൻ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുറ്റത്ത് ഇതാ അവിടെ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ, പേര് അപ്പു എന്നാണ്. അവൻ നല്ല രസമാണ്, നമ്മളെ കണ്ട അങ്ങനെ വാലൊക്കെ ആട്ടി നിൽക്കും. പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴേക്കും വേഗം കുരയ്ക്കാറുണ്ട് കേട്ടോ, നല്ല അനുസരണയുള്ള നായാണ്. പിന്നെ ഇതാ ഞാൻ ആ മാങ്ങയൊക്കെ പറിച്ചതൊക്കെ പെറുക്കി എടുത്തിട്ട് വന്നിട്ട് തൊലിയൊക്കെ ചെത്തുകയാണ്. തൊലിയൊക്കെ ചെത്തി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചു കേട്ടോ. മുറിച്ചിട്ട് ഇതാ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ മാങ്ങ വേണം അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ മാങ്ങ ഇപ്പോൾ വേണ്ട, അമ്മ നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി തരാം, വേഗം ഉണ്ടാക്കി തരാം, നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ മാങ്ങ ജ്യൂസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതാണ്. മാങ്ങ ചെറിയ പീസുകളായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ കുറച്ച് ഇട്ട് കൊടുത്ത് ഇത് 2 ട്രിപ്പായിട്ട് അടിക്കണം കേട്ടോ. നമ്മൾ ജാറിൽ ഇത് മുഴുവൻ കൊള്ളില്ല. പിന്നെ ഇതാളും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 പുതിനയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട്, മാങ്ങ ചെന്നതുകൊണ്ട് കുറച്ച് മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം കേട്ടോ. ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഓക്കെ, അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇത് പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടി അരയ്ക്കാനുണ്ട്. നമുക്ക് അപ്പോഴേ മുഴുവനായിട്ട് ഇതിൽ കൊള്ളില്ലായിരുന്നു. ബാക്കി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ എൻ്റെ സൂപ്പറായിട്ടില്ലേ. ഉണ്ണി ഇവിടെ ഇതാ നമുക്ക് വേണ്ടിയിട്ട് തണ്ണിമത്തൻ്റെ ജ്യൂസ് ആക്കുകയാണ് കേട്ടോ. അവൾ ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിയത്തിയാണ് കേട്ടോ ഇത്. അതുപോലെ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി ഉണ്ടല്ലോ, അപ്പോൾ കപ്പയും ബീഫും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു പറഞ്ഞിട്ട് അവൾ കപ്പക്കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ച ശേഷം അവളിതാ ചീഞ്ഞിട്ട് അടുപ്പി വെച്ച് കടുകൊക്കെ അതിനെ ഒന്ന് താളിക്കാമെന്ന് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം താളിച്ച് വെച്ചിട്ട് കുട്ടികൾ പറഞ്ഞു താളിച്ച് വെച്ചതും വേണോ അമ്മ, ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ, ബീഫ് കറി കൂട്ടി കഴിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞത് അവൾ എല്ലാം എന്താ കൊത്തി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കപ്പ വേവിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കൊത്തി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉള്ളിയും ഇതെല്ലാം വതങ്ങി വന്നപ്പോൾ അവൾ അതൊക്കെ ഇട്ട് ഇളക്കിയ ശേഷം അങ്ങനെ കപ്പ പുഴുക്ക് തയ്യാറായി കേട്ടോ. അപ്പോൾ തന്നെ ശ്രീകുട്ടി അമ്മ വേഗം ഒരു പ്ലേറ്റിലാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ, ഉണ്ണിമാർക്ക് ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വേഗം കപ്പയൊക്കെ തയ്യാറായ ശേഷം പ്ലേറ്റിലാക്കിയിട്ട് ശ്രീകുട്ടിൻ്റെ കൊടുത്തു കേട്ടോ. ശ്രീകുട്ടി എന്ന് പറയുന്നത് എൻ്റെ വലിയ മോളാണ്. അവളിതാ അനിയത്തിൻ്റെ മോൾക്കും പിന്നെ നമ്മുടെ അവളുടെ അനിയത്തിക്കും അങ്ങനെ 3 പേരും കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അവരെപ്പോഴും 3 പേരും പരമാവധി ഡ്രസ്സൊക്കെ ഒരുപോലത്തെ എടുക്കാറുണ്ട്. അപ്പോൾ അവരെടുക്കുമ്പോൾ
എപ്പോഴും ഒരുപോലത്തെ കോഡ് നോക്കി എടുക്കും. അപ്പോഴേക്ക് ഇതാ ഏട്ടനെ ഇവരൊക്കെ വെടിക്കെട്ട് കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് ഇത് അവർ അവിടെ നമ്മുടെ നായുണ്ട് അവിടെ അനിയത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ അവൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അവൻ ഇങ്ങനെ രാത്രി ഇതാ കുറച്ച് ആഘോഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെയും കുട്ടികളുടെയൊക്കെ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലിതാ അച്ഛനും കുട്ടികളും അതുപോലെ തന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡും ഏട്ടനും ഒക്കെയാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് അന്നക്കിൽ നീയന്നില വരണക്കനെ വേടി ഏറുവന്നു എന്നുള്ളൊരു പാട്ടില്ലേ, ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കളിക്കുന്നത്. കുട്ടികൾ വാ ചാച്ച കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് അവരോട് കമ്പനി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നന്നായി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു അത്. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ രാത്രി ഭക്ഷണം എല്ലാം കഴിച്ച ശേഷം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് രാത്രി വെടിക്കെട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇനിയൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.